അയ്യേ എന്റെ രാജീവ് ചന്ദ്രശേഖരെ, താൻ ഇത്രയും അല്പനായിരുന്നു. ബി പ്രസ്ഥാനത്തിൽ ചേരേണ്ട ആള് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ഇന്നലത്തെ പ്രകടനം കണ്ടപ്പോഴാണ് ബോധ്യമായത്. ഒരല്പം പോലും മാറിപ്പോയിട്ടില്ല മോദി തിരഞ്ഞെടുത്തത്. മേഡ് ഫോർ ഈച്ച് അതർ തന്നെ. ഈ മനുഷ്യന്മാരൊക്കെ ബി ചേരുമ്പോഴാണോ ഇത്രയും അല്പന്മാരായി പോകുന്നത്, അതോ അല്പന്മാരെ മാത്രം കണ്ടുപിടിച്ച് ബി ചേർക്കുന്നതാണോ എന്നറിയില്ല. വിഴിഞ്ഞം പദ്ധതിക്ക് തന്നെ ഒരു ചുക്കം കൊടുക്കാതെ അതിന്റെ ഉദ്ഘാടനത്തിന് രാവിലെ കത്രികയും എടുത്തിറങ്ങിയതാണ് നരേന്ദ്രമോദി. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ രാത്രി വിഴിഞ്ഞത്ത് പന്തല് പണിക്കാരുടെ കൂടെ പന്തലുകെട്ടായിരുന്നു പണിയെന്ന് വേറെ ആരും അറിഞ്ഞതുമില്ല. അതോ ഇനി പായ വിരിച്ച് അവിടെ കിടന്നു? അല്ലെങ്കിൽ പിന്നെ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ സ്റ്റേജിൽ കസേരയും പിടിച്ചിരിക്കുമോ? മുഴുവൻ ജനപ്രതിനിധികളും താഴെ ഇരിക്കുമ്പോഴാണ് ഒരാൾ മാത്രം സ്റ്റേജിന്റെ ഉള്ളിൽ കയറി കസേരയും പിടിച്ചിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. ഈ മനുഷ്യൻ ഇത് എന്ത് പറ്റിയെന്ന് മുഴുവൻ ക്യാമറ കണ്ണുകൾ. ബി അധ്യക്ഷൻ എന്നതൊക്കെ പോട്ടെ, കുറഞ്ഞ പക്ഷം ഒരു പ്രമുഖ ചാനലിന്റെ അമരക്കാരനല്ലേ ഈ രാജീവ്? അതിന്റെ ഒരു ബോധവും വിവരവുമെങ്കിലും കാണില്ലേ? സതീശനോട് എന്തൊക്കെയായിരുന്നു ഡയലോഗ്? മുണ്ട് മടക്കി കുത്താൻ അറിയാം, മുണ്ട് പറിച്ചു കളയാൻ അറിയാം, എന്നിട്ടിപ്പോൾ എന്തായി? പവനായി, ശവമായി. ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാർ കോടികൾ മുടക്കി നിർമ്മിച്ച ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ മോദിയെ വിളിച്ചത് തന്നെ വലിയ കാര്യമെന്ന് കരുതി പന്തിയുടെ മൂലക്കിരുന്ന് വല്ലതും കഴിച്ച് കൈയും തുടച്ചിട്ട് പോകേണ്ടതല്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനെ കയറ്റി സ്റ്റേജിൽ ഇരുത്തിയ നരേന്ദ്രമോദിക്ക് ഒരല്പം ഉളുപ്പുണ്ടാവേണ്ടതല്ലേ? തെറി പറയാൻ അറിയാമെന്ന് മുറി മലയാളത്തിലാണ് രാജീവ് പറഞ്ഞതെങ്കിൽ നല്ല തെറി പൊതുജനം ഇന്നലെ മുതൽ രാജീവിനെ വിളിക്കുന്നുണ്ട്. ഇന്നലെ വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ്ങിനുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റേജിൽ മറ്റ് ജനപ്രതിനിധികൾ പോലും കയറിയിരിക്കുന്നതിന് മുൻപേ നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന് എത്തുന്നതിന് മുൻപേ രാജീവ് ചന്ദ്രശേഖർ നീലക്കുറുക്കനെ പോലെ കുപ്പായവും തുന്നിയിട്ട് കയറിയിരുന്നു. ഇരുന്നത് പോട്ടെ, ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇതുപോലെയുള്ളവരെയൊക്കെ എങ്ങനെ മോദി തിരഞ്ഞു പിടിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. ഇത് വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപിയൊക്കെ എന്ത്! രാജീവിന്റെ ഇന്നലത്തെ പ്രകടനം കാണുമ്പോഴാണ് സുരേഷ് ഗോപിയൊക്കെ പൂവിട്ട് പൂജിക്കാൻ തോന്നുന്നത്. പല മന്ത്രിമാരും സദസ്സിന് താഴെ അവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ ഇമാതിരി പേക്കൂത്ത് കാണിക്കുന്നത്. ഇതിനെതിരെ ഇടതുപക്ഷം തന്നെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതോടുകൂടി രാജീവ് എയറിലായി. ഇനി അടുത്ത കാലത്തൊന്നും ഇറങ്ങി വരേണ്ടി വരാത്ത അത്രയും വലിയ എയറിലാണ് രാജീവിന്റെ കയറ്റം. മന്ത്രി റിയാസ് ഇതിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് പോസ്റ്റ് പങ്കുവച്ചതോടുകൂടി രാജീവിന്റെ കോപ്രായങ്ങൾ കണ്ട് പൊതുജനം മൂക്കത്ത് വിരൽ വെച്ചു. കേരളത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളും പിടിച്ചെടുത്ത് താമര വിരിയിക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ചെവിയിൽ ചെമ്പരത്തി പൂവും വെച്ച് ഇങ്ങോട്ട് നോക്കിയേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന കുതിരവട്ടം പപ്പൂനെ പോലെയായിരുന്നു സ്റ്റേജിൽ ഇരുന്ന് കാട്ടിക്കൂട്ടിയത്. നല്ല ഒരു നെല്ലിക്കാത്തളം വെക്കാൻ പോകണമെന്നായിരുന്നു പൊതുജനത്തിന്റെ നിർദ്ദേശം. അല്ലെങ്കിലേ ബി മൊത്തം ചാണകത്തിൽ ചാടിയവരാണെന്നാണ് പൊതുജനം പറയുന്നത്. തലയിൽ പോലും ചാണകം എന്നുള്ള ആരോപണങ്ങളുമുണ്ട്. ഇതൊക്കെ ശരിയാണ് എന്ന വിശ്വാസത്തിൽ അവസാന ആണിയടിക്കാൻ വേണ്ടി ഈ രാജീവിനെ പോലുള്ളവർ എന്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് മാത്രമാണ് അറിയാത്തത്. കഷ്ടം രാജീവേ, പരമകഷ്ടം.